ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഞ്ഞിപ്പോലുള്ള പത്തിരിയും നാടൻ ചിക്കക്കറിയുമാണ്. പത്തിരി ഒട്ടും കടുപ്പമില്ലാതെ വളരെ സോഫ്റ്റായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് പത്തിരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം നമ്മൾ ചേർക്കേണ്ടത്. വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ അടുപ്പിൽ വെക്കണം. പൊടി നന്നായി വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണേ. അതിനുശേഷം ഒരു തവി ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മാവ് നന്നായി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കി സാവധാനം മാവ് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ നല്ല വെണ്ണ പോലെ വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. മാവിപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ചെറിയ ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഒരേ വലിപ്പത്തിലുള്ള ചെറിയ ബോൾസുകളാക്കി മാറ്റിയാൽ പത്തിരികൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മൾ ഉരുളകൾ ഉണ്ടാക്കുമ്പോൾ മാവ് ആറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളകൾ എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ലേശം കയ്യിൽ പച്ചവെള്ളമോ വെളിച്ചെണ്ണയോ തടവിയാലും നന്നായിരിക്കും. എത്രത്തോളം കുഴയ്ക്കുന്നോ അതുപോലെ ഇരിക്കും പത്തിരിയുടെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളകൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ച് അമർത്തിയെടുക്കാം. പ്രസ്സിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മൾ പ്രസ്സിൽ വെച്ച് പത്തിരി നല്ല കൃത്യമായ അളവിൽ വട്ടത്തിൽ അമർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ പത്തിരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഓരോ പത്തിരിയും അമർത്തിയതിന് ശേഷം അരിപ്പൊടിയിലേക്ക് 2 വശവും മുക്കിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് അടുക്കി മാറ്റി വയ്ക്കാം. ഇങ്ങനെ വെച്ചാൽ പത്തിരി പരത്താൻ എടുക്കുമ്പോൾ ഓരോന്നും നമുക്ക് പെട്ടെന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ പറക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് പെട്ടെന്ന് ഞെക്കിയെടുക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ ഈ രീതിയിൽ വട്ടത്തിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി ഈ പത്തിരികൾ നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. അതിനായി പരത്തുന്ന പലകയിലേക്ക് ഒരു പേപ്പറോ പ്ലാസ്റ്റിക് കവറോ ഇട്ട് കൊടുക്കാം. അതിന് പുറത്തായി കുറച്ച് അരിപ്പൊടി കൂടി തൂക്കി കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പത്തിരി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു കുഴൽ ഉപയോഗിച്ച് വളരെ സോഫ്റ്റായി പതുക്കെ ഒന്ന് പരത്തിയെടുത്താൽ പത്തിരിക്ക് നല്ല വട്ടത്തിൽ കിട്ടുകയും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ 2 പത്തിരികൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് ഒരുമിച്ച് പരത്താവുന്നതാണ്. ഒട്ടിപ്പിടിക്കുന്നതുമില്ല എന്ന് മാത്രവുമല്ല, നമുക്ക് വളരെ പെട്ടെന്ന് പരത്തി തീർക്കാനും പറ്റും. നല്ല നൈസായി കിട്ടിയ ഈ പത്തിരികൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, പത്തിരിയും പരത്തി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് അടുക്കി വെക്കാം. എയർ ടൈറ്റായ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് പത്തിരികൾ അടുക്കി ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഒരാഴ്ചയൊക്കെ കേടുവരാതെ നമുക്ക് ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് പത്തിരികൾ ചുട്ടെടുക്കാം. നന്നായി ചൂടായ ദോശക്കല്ലിലേക്ക് ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ചെറുതായി വെന്ത് വരുമ്പോൾ നമുക്ക് മറുവശം ഇട്ട് കൊടുക്കാം. നോക്കൂ, പത്തിരി എത്ര മനോഹരമായാണ് പന്ത് പോലെ പൊങ്ങി വരുന്നതെന്ന് നോക്കൂ. നല്ല പഞ്ഞി പോലുള്ള പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സവാളയും കുറച്ച് ഉള്ളിയും ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്താൽ കറിക്ക് കൂടുതൽ രുചിയുണ്ടാവും. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് അതിനാവശ്യമായ മസാലകൾ
ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നാക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് വേവിക്കാം. ചിക്കൻ കറി നന്നായി വെന്ത് പരുവമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ കാലൊക്കെ കൂട്ടി നമുക്ക് പത്തിരി കഴിച്ചാലോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണേ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.